സ്വർണ്ണക്കടത്തലുമായി ബന്ധപ്പെട്ട് ഭൂട്ടാന്റെ സൈന്യം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. റോയൽ ഭൂട്ടാൻ ആർമി. ഇന്ത്യയാലും ചൈനയാലും ചുറ്റപ്പെട്ട രാജ്യമാണ് ഭൂട്ടാൻ. എന്നാൽ ഭൂട്ടാന് കടൽ അതിർത്തിയില്ല, അതുകൊണ്ട് തന്നെ ഭൂട്ടാന് നേവിയില്ല. എന്നാൽ കരസേനയുണ്ട്. ഇതാണ് റോയൽ ഭൂട്ടാൻ ആർമി. മറ്റേതൊരു കരസേനയും പോലെ തന്നെ ഭൂട്ടാന്റെ കരയതിർത്തികളും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഭൂട്ടാൻ ആർമിയുടെ ചുമതല. ഭൂട്ടാന്റെ രാജാവാണ് ഈ സേനയുടെ സർവ്വസൈനാധിപൻ. ഏകദേശം 16,000-ലധികം ആളുകളാണ് സേനയിലുള്ളത്. റോയൽ ബോഡിഗാർഡ് ഓഫ് ഭൂട്ടാൻ എന്ന ഒരു പ്രത്യേക സേനാ ബ്രാഞ്ചും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവിന്റെയും രാജകുടുംബത്തിന്റെയും സംരക്ഷണമാണ് ഇവരുടെ പ്രധാന ദൗത്യം. റോയൽ ഭൂട്ടാൻ പോലീസ് എന്ന മൂന്നാമതൊരു വിഭാഗവും ഭൂട്ടാൻ സൈന്യത്തിന്റെ ഭാഗമാണ്. കരസേനയുടെ ഭാഗമല്ലാത്ത ഈ യൂണിറ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പരിപാലനമാണ് നിർവഹിക്കുന്നത്. ഭൂട്ടാൻ കരസേനയുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ട്. പലപ്പോഴും കരസേനാംഗങ്ങളെ ഡെപ്യൂട്ടേഷനിൽ വിടാറാണ് പതിവ്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിയമപരിപാലനത്തിൽ റോയൽ ഭൂട്ടാൻ പോലീസിന് പ്രതിസന്ധി ഉടലെടുത്താൽ സഹായത്തിനായി ഭൂട്ടാൻ കരസേന എത്തും എന്നതാണ് നയം. ഭൂട്ടാന്റെ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും ശേഷിയുള്ളതാക്കുന്നതിലും കനത്ത സംഭാവനകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സേന ഭൂട്ടാനിൽ പ്രത്യേകമായ ഒരു ട്രെയിനിംഗ് വിങ്ങും സൗകര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബ്രിഗേഡിയറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശീലന കാര്യങ്ങൾ നോക്കുന്നത്. ഭൂട്ടാൻ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ ട്രെയിനിംഗ് സംവിധാനത്തിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ഭൂട്ടാൻ രാജാവിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയാണ്. റോയൽ ഭൂട്ടാൻ ആർമിയുടെ പ്രധാന പ്രത്യേകതകൾ: ചെറിയ സൈന്യമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യങ്ങളിൽ ഒന്നാണിത്. മറ്റു രാജ്യങ്ങളെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സൈനികരാണ് ഇവിടെ എണ്ണത്തിലുള്ളത്. കരസേന മാത്രമാണുള്ളത്. ഒരു നാവികസേനയില്ല, വ്യോമസേനയില്ല. പ്രധാനമായും കരസേനയാണ് ഭൂട്ടാന്റെ പ്രതിരോധ ചുമതലകൾ വഹിക്കുന്നത്. വ്യോമയാന സേവനങ്ങൾക്കായി റോയൽ ഭൂട്ടാൻ പോലീസ് വിംഗ് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. സന്നദ്ധ സൈന്യമാണ് ഭൂട്ടാനിലെ സൈന്യം. ഭൂട്ടാനിൽ സൈനിക സേവനം നിർബന്ധമല്ല, പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തനമാണ്. ഇന്ത്യൻ സൈന്യവുമായുള്ള സഹകരണം ഭൂട്ടാൻ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. ഇന്ത്യൻ സൈന്യം ഭൂട്ടാനിലെ സൈനികർക്ക് പരിശീലനം നൽകുകയും ഭൂട്ടാന്റെ സുരക്ഷയിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഭൂട്ടാനിലെ സൈനിക അക്കാദമികൾക്ക് പുറമെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും ഭൂട്ടാനി സൈനികർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന് ഇവിടെ നിരോധനമില്ല. ഭൂട്ടാൻ ഒരു ചെറിയ രാജ്യമായതിനാൽ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, മറ്റു പ്രധാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതിൽ വലിയ നിയന്ത്രണങ്ങളില്ല. മറ്റു രാജ്യങ്ങളിലെ പോലെ അതീവ രഹസ്യമായ സുരക്ഷാ മേഖലകൾ ഭൂട്ടാനിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു ബഫർ രാജ്യമായി നിലകൊള്ളുന്ന ഭൂട്ടാൻ അതിന്റെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ ശ്രമിച്ചു വരികയാണ്. എങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം ഭൂട്ടാന് ഏറെ നിർണായകമാണ്. 2012 ശേഷം ഭൂട്ടാൻ പട്ടാളം ആക്രിയായി ലേലം ചെയ്തത് 117 വാഹനങ്ങൾ മാത്രം. എന്നാൽ ഭൂട്ടാൻ റോയൽ ആർമിയുടെ വണ്ടികൾ എന്ന പേരിൽ കേരളത്തിൽ മാത്രം വിറ്റത് 200ഓളം ആഡംബര കാറുകളാണെന്നാണ് വിവരങ്ങൾ. ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റ് രാജ്യത്താകമാനം വിറ്റഴിച്ചത് 1000-ലധികം കാറുകളാണ്. കവർച്ച ചെയ്ത വണ്ടികളാണെന്ന് അറിഞ്ഞും അറിയാതെയും വാഹനങ്ങൾ സ്വന്തമാക്കിയവർ കേരളത്തിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വണ്ടികൾ വാങ്ങി 6 മാസം കഴിഞ്ഞിട്ടും സ്വന്തം പേരിലേക്ക് മാറ്റാത്ത ഉടമകളെ കസ്റ്റംസ് നിരീക്ഷിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം മോഷ്ടിക്കുന്ന 1-2 കോടി രൂപ വിലമതിക്കുന്ന കാറുകൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യ പടി. അവിടെ നിന്ന് റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടത്തും. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് റാക്കറ്റിന്റെ വെയർഹൌസ്. ഹിമാചൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഈ വണ്ടികൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ആവശ്യമായ വ്യാജരേഖകൾ നിർമ്മിക്കുന്നതാണ് അടുത്ത പടി. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പരിവാഹൻ പോർട്ടലിൽ അടക്കം നുഴഞ്ഞുകയറി ഇത്തരം വണ്ടികൾക്ക് രേഖയുണ്ടാക്കാൻ റാക്കറ്റിന് കഴിഞ്ഞതും ഈ സഹായം കാരണമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.